ആ ദൈവത്തിന്റെ ഹല്ലേലൂയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് ഈ ഒരു അവസരം ദൈവം നൽകി തരുന്നവർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് മുഖാന്തരമായ ജയറ മിനിസ്ട്രി, സിസ്റ്റർ ജോയിസ് ജേക്കബ്, ഇവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ മിനിസ്ട്രിയെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ അനേക പ്രഗത്ഭരായ ദൈവദാസീദാസന്മാര് ശുശ്രൂഷിക്കുന്ന ഒരു വേദിയാണിത്. ഈ എളിയവനായ എനിക്കും ദൈവം ഇങ്ങനെ ഒരു അവസരം തരുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എൻ്റെ ശബ്ദപരിധിയിൽ ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റും അനേക ശ്രേഷ്ഠ ദൈവദാസീദാസന്മാരാണുള്ളത്. നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് നിങ്ങളെക്കാട്ടിലും എന്തെങ്കിലും എനിക്ക് അറിവ് കൂടി എന്നുള്ളത് കൊണ്ടല്ല. പരസ്പരം നമ്മൾ ദൈവവചനം പഠിക്കുക, പ്രബോധിപ്പിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കാം. അതിന് ആധാരമായിട്ട് ഒരു വാക്യം ഞാൻ വായിക്കുന്നു. സാഹചര്യമുള്ളവർ ദൈവവചനം എടുത്ത് വായിക്കാൻ കഴിയുന്നവർ ദയവായിട്ട് വായിച്ച് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. 2 Corinthians 10:3-4 ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിലെ ശക്തിയുള്ളവ തന്നെ. കർത്താവെ, സ്വർഗീയ പിതാവേ, പുണ്യപാദപീഠത്തിലേക്ക് വേണ്ടി ഞങ്ങൾ അടുത്തു വരുന്നു. പരിശുദ്ധനായ ദൈവമേ, ദൈവത്തിന്റെ വചനം, ശക്തിയുള്ള ദൈവത്തിന്റെ വചനം ഈ എളിയവനായ അടിയൻ സംസാരിക്കുമ്പോൾ കർത്താവെ, ജനഹൃദയങ്ങളിൽ അത് ദൈവം ആഗ്രഹിക്കുന്ന, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന നിലയിൽ ക്രിയ ചെയ്യേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്റർനെറ്റിന്റെ ടെക്നോളജി ഡിഫിക്കൽട്ടീസ് ഒന്നും കൂടാതെ ദൈവം കാക്കണം. ഇത് ആരുടെയൊക്കെ ചെവികളിൽ എത്തണമോ, ഹൃദയങ്ങളിൽ എത്തണമോ, അവിടുന്ന് എത്തിക്കുമാറാകുന്നവർ സ്തോത്രം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മാനം മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് അറിയാം, അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ എഴുതുമ്പോൾ ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞാനിത് ഒന്ന് ചെറിയ രീതിയിൽ നിന്ന് ഡൈസെക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിലെ ശക്തിയുള്ളവ തന്നെ. ഈ ഞങ്ങളെന്ന് പറയുന്നത് ഇവിടെ ഓഫ് കോഴ്സ് നമുക്കറിയാം ശിഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഈ ശിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം അനുസരിച്ച് നമ്മളെ തന്നെ വിശ്വാസികൾ എന്ന് പലപ്പോഴും വിളിക്കാറുണ്ട്. എന്നാൽ ഈ ശിഷ്യരിൽ കുറഞ്ഞതായിട്ടൊരു പദവി ഇല്ല എന്നുള്ളത് നമുക്ക് ആ ഗ്രേറ്റ് കമ്മീഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്താ അവിടെ വായിക്കുന്നത്? മാത്യു 28 19 നമ്മൾ വായിക്കുന്നത്, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അന്നേരം ഈ ശിഷ്യരിൽ കുറഞ്ഞൊരു പദവി ഇവിടെ കാണുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ശിഷ്യന്മാരാണ്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അന്നേരം ശിഷ്യരാണ് ഞാൻ പറയുന്നത്. നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ എന്ന് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം അതിനാധാരമായിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ, ശിഷ്യന്മാര്, ക്രിസ്തു അനുയായികള് ഇത് നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ 11:26 ഒന്ന് കടന്നു പോകാം. ആരെങ്കിലും എടുത്തെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 11:26. അവിടെ നമ്മൾ കാണുന്നത്, അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. അന്നേരം ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. നാമധേയ ക്രിസ്ത്യാനികളല്ല, ക്രിസ്തു അനുയായികൾ. ഇവിടെ നമുക്കറിയാം അന്ത്യോക്യയിലെ സഭയിൽ സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവായിട്ട് ചിതറിപ്പോയി അവര് വചനം സംസാരിക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അതിനുശേഷം അവരെക്കുറിച്ച് ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യോളം പറഞ്ഞയച്ചു. അവർ ചെന്ന ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കോണം പ്രബോധിപ്പിച്ചു. നമ്മളിവിടെ കാണുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു, അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങൾ കൂടുകയും
ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായതായിട്ട് നമ്മൾ കാണുകയാണ്. അന്നേരം അതൊരു വലിയ ഒരു പദവിയായിട്ടാണ് ഇവിടെ കാണുന്നത്. നമുക്കൊരു ടൈറ്റിൽ ലഭിച്ചതുപോലെ ഇവിടെ ക്രിസ്ത്യാനികൾ എന്നവരെ വിളിച്ചതെന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് ഹല്ലേലൂയ ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ 3 സ്ഥലത്ത് പ്രധാനമായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത്, അടുത്ത് ആക്സ് 11 26 28 നമ്മളൊന്ന് കടന്നു പോകാം. 26ന്റെ 28 അവിടെ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്ത്യാനി എന്നുള്ളൊരു പേര് കാണുന്നുണ്ട്. വായിച്ചാട്ട് പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വായിക്കാം. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു. ക്രിസ്ത്യാനിയായി തീരുവാൻ, ഇവിടെ ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ തൻ്റെ മാനസാന്തരത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം അഗ്രിപ്പ രാജാവ് ഈ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നത് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അന്നേരം ക്രിസ്ത്യാനി, അന്നേരത്തേക്ക് ഹല്ലേലൂയ പേര് മാറി, ഹല്ലേലൂയ ടൈറ്റിൽ മാറി, ക്രിസ്ത്യാനിയായി എന്ന് നമ്മൾ കാണുകയാണ്. വീണ്ടും 1 പീറ്റർ 4:16 വരുമ്പോൾ, 1 പത്രോസിന്റെ ലേഖനത്തിൽ 4:16 നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. അന്നേരം നമ്മൾ ഓർത്തോണം, നമ്മൾ ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്നെങ്കിൽ ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. നമ്മളിൽ നിന്ന് വരുന്ന നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മളെ കാണുന്നവർ ആരെ മഹത്വപ്പെടുത്തണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ സഭകളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ക്രിസ്ത്യാനി എന്ന് പേര് പറയാൻ പറ്റത്തുള്ളൂ. അന്നേരം 3 നമ്മൾ കണ്ടത്, ഒന്ന് നമ്മൾ കണ്ടു അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനി എന്ന് പേരുണ്ടായി. 2 അഗ്രിപ്പ പൗലോസിനോട് പറയുന്ന കാര്യം, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. 1 പത്രോസ് 4:16 ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാം, കർത്താവെ, എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നത് അല്ലെങ്കിൽ എന്നെ കാണുന്നവർ ദൈവത്തെയാണോ മഹത്വപ്പെടുത്തുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. എന്തുവാ ക്രിസ്ത്യൻ? വാട്ട് ഈസ് എ ക്രിസ്ത്യൻ? ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മിറക്കിൾ ഇല്ല, അൺലസ് ഹി ഈസ് എ ക്രിസ്ത്യൻ ഇൻ നെയിം ഓൺലി. നമ്മൾ നാമധേയ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഇതൊരു മിറക്കിളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ ചിന്തിച്ച്, നമ്മളായിരുന്ന ഹല്ലേലൂയ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നവരുണ്ട്, എന്നാൽ ഒരു AD BC ജനിച്ചു വളർന്നവരും ഹല്ലേലൂയ സമുദായത്തിൽ നിന്ന് വന്നവരും മറ്റ് ഇതര ഭാഗങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് വന്നുകൂടിയവർ, അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ഒരു AD BC ഉണ്ട്. അല്ലെങ്കിൽ ഒരു മിറക്കിളായിരുന്നു നമ്മളെയൊക്കെ ദൈവം രക്ഷിച്ചത്. നമുക്ക് ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. നമ്മൾ മാത്യു ഗോസ്പലിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 7:21 മത്തായി എഴുതിയ സുവിശേഷത്തിൽ 7:21, 22, 23 വായിക്കുമ്പോൾ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. എന്നാൽ നമ്മൾ നെയിം സേക്കിന് വേണ്ടി വിശ്വാസി, ക്രിസ്ത്യാനി എന്നൊക്കെ പറയാൻ, പെന്തിക്കോസ്റ്റുകാരൻ എന്നൊക്കെ പറയാൻ സാധിക്കും. എന്നാൽ ഇവിടെ പറയുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. എന്താ ഈ പിതാവിൻ്റെ ഇഷ്ടം? പിതാവിൻ്റെ ഇഷ്ടമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതാണ്, അങ്ങനെയുള്ളവരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ. അന്നേരം ഇപ്പോൾ നടക്കുന്ന മിറക്കിൾസ്, ഹല്ലേലൂയ, ഈ മിറക്കിൾസ് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. ഇതെല്ലാം നടക്കും. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുമ്പോൾ ഇതെല്ലാം നടക്കും. എന്നാൽ ഇതല്ല ക്രൈറ്റീരിയ. ഹല്ലേലൂയ. ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അതല്ല ക്രൈറ്റീരിയ. എന്താണ് ക്രൈറ്റീരിയ? ഹല്ലേലൂയ. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവന്, പിതാവിനെ ഹല്ലേലൂയ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ, നമ്മുടെ ജീവിതം കണ്ട് മഹത്വപ്പെടുത്തുമ്പോൾ, അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അന്നേരം ഞാൻ അവരോട് പറയുന്നതുണ്ട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അങ്ങനൊരു പേര്, ഹല്ലേലൂയ, അങ്ങനൊരു കാര്യം നമ്മളോട് പറയുവാൻ ഒരിക്കലും ദൈവം ഇടയാകരുത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. ഈ എന്താണ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന മിറക്കിൾസ് എന്ന് പറയാൻ കാരണം എന്താണ്? ഹല്ലേലൂയ. നമ്മുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ജനനം ലഭിച്ചിരിക്കുന്നത് മുകളിൽ നിന്നാണ്. അത് തന്നെ മിറക്കിളാണെന്ന് പറയാൻ കാരണം നമുക്ക് വായിക്കാമല്ലോ. ജോൺ ചാപ്റ്റർ 3 ഹല്ലേലൂയ 5-6 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 3:5 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തോ അവിടെ കാണുന്നത്? ഹല്ലേലൂയ. അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൽ ആശ്ചര്യപ്പെടരുത്. ആമേൻ. ഹല്ലേലൂയ. അന്നേരം ഇവിടെ നമുക്കറിയാം, ജോൺ ചാപ്റ്റർ 3 വരുമ്പോൾ അവിടെ വളരെ ഹല്ലേലൂയ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി അവിടെ മുന്നിൽ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ യേശുവും നിക്കോദിമോസുമായിട്ടുള്ള ഹല്ലേലൂയ ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിട്ടുള്ള നിക്കോദിമോസ് എന്നൊരു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ. അന്നേരം ഇത് തന്നെ ഒരു മിറക്കിളാണ്. നമ്മൾ പുതിയതായി ജനിച്ചു. നമ്മുടെയൊക്കെ ഏടിയെന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളും ചിന്തിച്ച് നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ ചിന്തിച്ച് ദൈവം ഒരു മിറക്കിൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരാൻ ഇടയായത്. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അന്നേരം ഇത് തന്നെ ഒരു മിറക്കിളാണ്. അന്നേരം ദൈവത്തിൻ്റെ വചനം ഏതെയോ കാലഘട്ടങ്ങളിൽ നമ്മുടെ അടുക്കലേക്ക് എങ്ങനെയൊക്കെയോ ഒഴുകി വന്നു. അല്ലെങ്കിൽ ആ വചനം ആരിൽ കൂടെയൊക്കെയോ കടന്നു വന്നു. അത് വിശ്വസിപ്പാൻ്റെ കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. that itself is a miracle. Hallelujah. Christians are miracles. Christians are hallelujah disciples. Hallelujah. ആ ഡിസൈപ്പിൾസ് ആണ് പറയുന്നത്, ഹല്ലേലൂയ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ കണ്ടു, ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന 3 സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഹല്ലേലൂയ വചനത്തിൽ കാണുന്നുണ്ട്. ക്രിസ്ത്യൻസ് ആർ മിറക്കിൾസ് എന്ന് കാണുന്നുണ്ട്. അതിന് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഹല്ലേലൂയ, they have been born from above. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് ജനിച്ചവരാണ് ദൈവമക്കൾ. ഈ ഭൂമിയിൽ ജനിച്ചവരെല്ലാം ദൈവമക്കളായി തീരുന്നില്ല. ഹല്ലേലൂയ, ദൈവവചനം അനുസരിക്കുന്നവരാണ് ദൈവമക്കളായി തീരുന്നതെന്ന് കാണുകയാണ്. അന്നേരം അവൻ വിശ്വസിക്കുന്ന ഏവന് നിത്യജീവൻ പ്രാപിക്കേണ്ടത്. നമുക്ക് എറ്റേണൽ ലൈഫാണ് ഇതിൽ കൂടെ ദൈവം തന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ ഏകയാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന വചനം നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഹല്ലേലൂയ, ഇത് നമുക്ക് നിത്യജീവനാകുമ്പോൾ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്ര. ഈ വചനം കേൾക്കുന്നവർക്ക് അത് രക്ഷയായിട്ട് മാറുമ്പോൾ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകയാതനായ പുത്രനിൽ ഹല്ലേലൂയ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു സുപ്രസാദ ടൈമാണ്. അല്ലെങ്കിൽ എനിക്കറിയാം ഈ പ്രളയം അങ്ങനെയുള്ളവർ കാണത്തില്ല. എന്നാൽ ഇതിന് ശേഷം ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം ഷോർട്ട് ലൈഫാണ്. അല്ലെങ്കിൽ അതിൽ ഏറ്റവും നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, എറ്റേണിറ്റിക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന യാതൊന്നും ഉതകത്തില്ല. ഏക മാർഗം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അന്നേരം നമുക്കറിയാം, ക്രിസ്ത്യൻസ് ആർ മിറക്കിൾസ് ഫസ്റ്റ് ബിക്കോസ് വി ആർ ബോൺ ഫ്രം അബവ്. അടുത്തത് നമുക്ക് കാണാൻ സാധിക്കും, ദേ ആർ എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. എന്താണ് 2 Corinthians 5:17 നമ്മൾ വായിക്കുന്നത്? 2 Corinthians 5:17 നമ്മളത് വായിക്കുന്നുണ്ട്. വി ആർ എ ന്യൂ ക്രിയേഷൻ. then Christians are miracles first because we are born from above. Second one, we are a new creation in Christ. 2 Corinthians 5:17 പ്രകാരം നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു,
പഴയത് കഴിഞ്ഞു പോയി, അത് പുതിയതായി തീർന്നിരിക്കുന്നു. ആമേൻ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. യെസ്, ഹല്ലേലൂയ. ഇതിനൊന്നും കാരണം നമ്മളല്ല, അല്ലെങ്കിൽ നമ്മൾ പുതിയ സൃഷ്ടിയാകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ദൈവം തന്നെ കാരണം, ഹല്ലേലൂയ, കാരണഭൂതൻ എന്ന് കാണുകയാണ്. അടുത്തതായിട്ട് നമ്മൾ അവരിൽ ഈ ദൈവത്തിന്റെ നീതിയായി തീർന്നു. അതാണ് അടുത്ത മറക്കൾ. ഒന്ന്, നമ്മൾ ജനിച്ചു മേളിൽ നിന്ന്, ഹല്ലേലൂയ. രണ്ട്, ഹല്ലേലൂയ, വി ആർ എ ന്യൂ ക്രിയേഷൻ. അടുത്തത് നമ്മൾ കാണുന്നത് 2 Corinthians 5:21 ഇപ്പൊ നമ്മൾ 17 ആണല്ലോ വായിച്ചത്. അടുത്ത 21 നമ്മൾ കാണുന്നുണ്ട്, വി ഹാവ് ബീൻ മെയ്ഡ് റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ചില കാര്യം അവിടെ സംഭവിച്ചു. വായിച്ചാട്ട്, ഹല്ലേലൂയ. 5:21. പാപം അറിയാത്തവനെ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് സ്തോത്രം അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യെസ്, ഹല്ലേലൂയ. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, പാപമാക്കി എന്ന് കാണുകയാണ്. ഒന്ന്, നമ്മൾ ജനിച്ചത് മുകളിൽ നിന്നായി. ഇപ്പോൾ ഭൂമിയിൽ ജനിച്ചെങ്കിലും നമുക്കൊരു പുതിയ ജനനം ഉണ്ടായി, അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയായി തീർന്നു. ഹല്ലേലൂയ. നമ്മൾ വി ഹാവ് ബീൻ മെയ്ഡ് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് കാണുകയാണ്. വീണ്ടും നമ്മൾ നീതീകരിക്കപ്പെട്ടു എന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റോമാലേഖനം 5:1 നമ്മൾ വായിക്കുന്നുണ്ട്, വി ഹാവ് ബീൻ ഡിക്ലെയർഡ് ജസ്റ്റ്. നമ്മൾ മനുഷ്യരാശി മൊത്തം, ഹല്ലേലൂയ, പാപി. യെസ്, വായിച്ചാട്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആമേൻ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ ഹല്ലേലൂയ. മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. യെസ്, ഹല്ലേലൂയ. അന്നേരം നമ്മൾ ഒന്ന് കണ്ടു, മുകളിൽ നിന്ന് ജനിച്ചു. രണ്ട്, വി ആർ എ ന്യൂ ക്രിയേഷൻ. വി ആർ, ഹല്ലേലൂയ, മെയ്ഡ് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വി ഹാവ് ബീൻ ഡിക്ലെയർഡ് ജസ്റ്റ് ബിക്കോസ് ദേ, ഹല്ലേലൂയ, വി ആർ ലിവിങ് ബൈ ഫെയ്ത്ത്. ഹല്ലേലൂയ എന്നുള്ള കാര്യം കൂടെ റൈച്ചസ്നെസ് ആണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, വി ആർ എ പെക്യൂലിയർ പീപ്പിൾ, വി ആർ ലിവിങ് ബൈ ഫെയ്ത്ത്. അത് നമ്മൾ റോമാലേഖനം 5:1 വിശ്വാസം നീതിപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കാണുകയാണ്. വീണ്ടും നമുക്കറിയാം, പാപത്തിന്റെ ശമ്പളം, ദർ ഈസ് എ വേജ് ഫോർ സിൻ. എന്തുവാ പാപത്തിന്റെ ശമ്പളം? എന്തുവാ? മരണം. എന്നാൽ ദൈവത്തിന്റെ കൃപാവരം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലെ നിത്യജീവൻ. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. നമുക്കത് കാണാൻ സാധിക്കും റോമാലേഖനം 6:23. ഹല്ലേലൂയ. They have accepted പാപത്തിന്റെ God's. ശമ്പളം മരണം അത്രേ, ദൈവത്തിന്റെ കൃപാദാനമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ആ ഒരു കാര്യം നമ്മൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഹല്ലേലൂയ, നമ്മൾ പരിശുദ്ധാത്മാവിനെ, അതൊരു മിറക്കിളാണ്. ഇന്ന് പലർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഒരു കാലത്ത് ഞാനും, ഹല്ലേലൂയ, ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, യാക്കോബായിൽ ഒക്കെ ജനിച്ച് വളർന്ന്, ഹല്ലേലൂയ, എൻ്റെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വചനം അനുസരിപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് അവസരം നൽകിയത്. അതിനുശേഷം, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു എന്നെ രക്ഷിതാവായി സ്വീകരിപ്പാനും, ഹല്ലേലൂയ, ജലസ്നാനം ഏൽക്കുവാനും ഒക്കെ ഇടയായി. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് അന്നും എനിക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വലിയ അത്യന്ത ശക്തി, ഹല്ലേലൂയ, ഒരു ദിവസം, ഹല്ലേലൂയ, എൻ്റെ മേൽ നിഴലിട്ട്, അന്നേരം എനിക്ക് മനസ്സിലായി, നമ്മുടെ, ഹല്ലേലൂയ, പീനട്ട് ബ്രെയിൻ, ഹല്ലേലൂയ, ഒതുങ്ങുന്ന ഒരു ശക്തിയല്ല ഇതെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇതും ഒരു മിറക്കിളാണ്. നമ്മളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തിരിക്കുന്ന ഒരു മിറക്കിളാണ്. ക്രിസ്ത്യൻ ഈസ് എ മിറക്കിൾ. അല്ല, എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം? ഒന്ന്, നമ്മുടെ ജനനം എന്ന് പറയുന്നത് മുകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഒന്ന് മിറക്കിള്. രണ്ട്, വി ആർ എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. മൂന്ന്, വി ഹാവ് ബീൻ മെയ്ഡ് റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്. വി ഹാവ് ബീൻ ഡിക്ലെയർഡ് ജസ്റ്റ്. അതാണ് അടുത്തത്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നു, അതും ഒരു മിറക്കിളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, നമ്മുടെ വേജസ് ഓഫ് സിൻ, ഹല്ലേലൂയ, ക്യാൻസൽ ചെയ്തു, അതൊരു മിറക്കിളാണ്. നമ്മളെ പരിശുദ്ധാത്മാവിൽ, ഹല്ലേലൂയ, അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളറിയാം, 1 Corinthians 12:3 നമ്മൾ വായിക്കുന്നുണ്ട്, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. നമ്മൾ പറയുന്ന വചനം, നമ്മുടെ വചനത്തിൻ്റെ, നമ്മൾ പറയുന്നതിൻ്റെ, ഹല്ലേലൂയ, ആ മിടുക്കുകൊണ്ടോ അല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്ക് അതിൻ്റെ രസം കൊണ്ടോ അല്ല ഒരാൾ രക്ഷിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചു കഴിയുമ്പോഴാണ് യേശു
കർത്താവെന്ന് പറയുവാനിടയാകുന്നത്. അതായത് അത് ഒരു മിറക്കിളാണ്. ക്രിസ്ത്യൻ ഇസ് എ മിറക്കിൾ. ഹല്ലേലൂയ. അടുത്തത് ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. നമുക്ക് വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 3:1-2 വായിച്ചാട്ട്. 1 ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3:2. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മളവിടെ വായിക്കുന്നത് എന്തുവാ? നമ്മൾ ദൈവമക്കളാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. പിന്നെ രണ്ടാമത്തെ വാഴ്ചയിൽ എന്താ പറയുന്നത്? നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അന്നേരം ഓർത്ത് നോക്കി, നമ്മുടെ ഭാഗ്യ പദവി എന്ന് ഓർത്ത് നോക്കി. നമ്മുടെ ദൈവത്തെ പോലെ, നമ്മുടെ യേശു കർത്താവിനെ പോലെ നമ്മളാകുന്ന ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ബ്ലസ്സഡ് അഷുറൻസ്, ബ്ലസ്സഡ് ഹോപ്പാണ് നമുക്കുള്ളത്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഹല്ലേലൂയ. ഇതും ഒരു മിറക്കിളാ, അല്ലയോ? നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. റാപ്ചർ തന്നെ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു മിറക്കിളാ സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അല്ലെങ്കിൽ മുടക്കിയ ബഹിരാകാശത്തേക്ക് എന്തെങ്കിലും ഒരു റോക്കറ്റൊക്കെ അയക്കുന്നത്. എന്നാൽ നമുക്കറിയാം, നമ്മൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ അല്ലെങ്കിൽ വരവില് നമ്മളിവിടുന്ന് അല്ലെങ്കിൽ ആ കണ്ണിമയ്ക്കുന്നതിന് നമ്മൾ മാറ്റപ്പെടുന്നത് എങ്ങനെയാ? ആ സൂപ്പർ നാച്ചുറൽ പവറിൽ ജീവനോടിരിക്കുന്നവർ കർത്താവിനെ എതിരേൽപ്പാൻ ഹല്ലേലൂയ പോകും. അതൊരു മിറക്കിളാ, അല്ലേ? അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാധ്യമാകുന്നത്. അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഹല്ലേലൂയ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ഇന്ന് അവനോട് സദൃശ്യന്മാരാകാൻ നമ്മൾ പലരെയും കോപ്പിയടിക്കാൻ ശ്രമിക്കും. എന്നാൽ ഇതൊരു മിറക്കിളാ. എങ്ങനെ? ദൈവത്തോട് സദൃശ്യന്മാർ, കർത്താവായ യേശു ക്രിസ്തുവിനോട് സദൃശ്യന്മാരാകും. അതൊരു മിറക്കിളാണ്. വീണ്ടും നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് 2 Corinthians 5:20. 2 Corinthians 5:20. അവിടെ എന്താ പറയുന്നത്? വി ആർ അംബാസഡേഴ്സ് ഫോർ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഒരു രാജ്യത്തിൻ്റെ അംബാസഡർ ആകണമെങ്കിൽ നല്ല രീതിയിൽ പണിപ്പെടണം, അല്ലേ? എന്നാൽ ഇവിടെ പറയുകയാണ്, നമ്മൾ പാവപ്പെട്ടവരായ നമ്മൾ ആരാ? നമ്മൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്ന ഒരു കൂട്ടവരെയാണ് ഈ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തു അനുയായികൾ അല്ലെങ്കിൽ ശിഷ്യന്മാർ എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. നമ്മൾ അതൊരു മിറക്കിളാണ്. വി ആർ ദി അംബാസഡേഴ്സ് ഫോർ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ഹീബ്രൂസ് ചാപ്റ്റർ 11 കടന്നു വരുമ്പോൾ അവിടെ ഹല്ലേലൂയ 11:13 എസ്പെഷ്യലി എടുത്തെങ്കിലും ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാണാൻ പറ്റും 11:13. ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും ഏറ്റു പറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ആമേൻ. ഹല്ലേലൂയ. അന്നേരം വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക തന്നെ ഇവിടെ പറഞ്ഞിട്ട് ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ ഹാബേൽ ദൈവത്തിന് കായേണ്ടതിൽ ഉത്തമമായി യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാനെന്ന് ഹല്ലേലൂയ സാക്ഷ്യം ലഭിച്ചു. ഹല്ലേലൂയ. അതിനുശേഷം ഹാനോക്ക് എന്ന് പറയാൻ നമുക്കറിയാം, മരണം കാണാതെ എടുക്കപ്പെട്ടു. ഇന്ന് നമ്മൾ റാപ്ചറിന് മുന്നോടിയായിട്ട് നടന്ന ഒരു സംഭവമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തോടുകൂടെ നടന്ന ഹാനോക്ക് എടുക്കപ്പെട്ടതുപോലെ നമ്മൾ ഈ ദിവസങ്ങളിലൊന്നിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ. ദൈവവചനത്തോട് ചേർന്ന് നടക്കുന്നവർ ദൈവം ഹല്ലേലൂയ യേശു ക്രിസ്തു വചനമാണ്. ആ വചനത്തോട് ചേർന്ന് നടക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഹാനോക്കിനെ എടുത്തുകൊണ്ടെന്നപോലെ ഹല്ലേലൂയ ഒരു ദിവസം കാണാതാകും. ഹല്ലേലൂയ എന്ന് കാണുകയാണ്. വീണ്ടും ഹല്ലേലൂയ നമ്മൾ കാണുകയാണ് അവിടെ വിശ്വാസ വീരന്മാരുടെ ഹല്ലേലൂയ അനേക പ്രിയപ്പെട്ടവരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് നമ്മൾ അതുപോലെ ഇപ്പോൾ ഹല്ലേലൂയ ഇതുവരെ കാണാത്തൊരു കാര്യം റാപ്ചർ. അതിനുവേണ്ടി ഹല്ലേലൂയ അനേകരെ ഒരുക്കുകയും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ നോഹയെക്കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്
ഭയഭക്തി പൂണ്ടിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. നമ്മൾ ഇന്ന് ലോകത്തെ കുറ്റം വിധിക്കുക. നമ്മൾ പറയുന്ന വചനം അവർ ഏറ്റെടുത്തില്ലെങ്കിൽ അവർ തന്നെ ന്യായവിധിക്ക് ഹേതുവായി തീരുകയാണ്. എന്നാൽ നമ്മൾ പറയുന്ന വചനം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നിത്യരക്ഷയില്ലെന്നുള്ള വചനം അവർ ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നിത്യതയ്ക്ക് ഓഹരിക്കാരായിട്ട് അവർ തീരുകയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. വീണ്ടും നമ്മൾ കാണുകയാണ്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുമായിരുന്ന ദേശത്തേക്ക് യാത്രയാകാൻ പുറപ്പെട്ടാറെ അനുസരിച്ചു. എവിടേക്ക് പോകുന്നു എന്ന് ചോദിക്കാതെ എന്നറിയാതെ പുറപ്പെട്ടു എന്ന് കാണുകയാണ്. അവിടെ ചെന്നിട്ട് അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കിനോട് യാക്കോബിനോട് കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. വീണ്ടും നമുക്ക് നമ്മൾ കാണുന്നു, ഇവരെല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്ന് അത് കണ്ട് ഒന്നിച്ചും ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അന്നേരം ഇതും ഒരു മിറക്കിളാ. സ്തോത്രം. നമ്മൾ പല കാര്യങ്ങൾ ക്രിസ്ത്യൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അതായിരുന്നു നമ്മൾ ആദ്യമേ വായിച്ചത്. അതിൻ്റെ ഈ ഞങ്ങൾ ആരാണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെന്ന് പറയുന്നത് ഗ്രേറ്റ് കമ്മീഷനിൽ കാണുന്ന പോലെ ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരിൽ കുറഞ്ഞൊരു പദവി ദൈവമക്കൾക്ക് ഇല്ല. ശിഷ്യന്മാർക്കാണ് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്. അന്ത്യോക്യയിൽ വെച്ചായിരുന്നു അത് ആ പേര് ലഭിച്ചതെന്ന് നമ്മൾ കാണുകയാണ്. വീണ്ടും നമ്മൾ മുന്നോട്ട് കടന്നു പോയിട്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്ന 3 സ്ഥലങ്ങളിലായിട്ട്, ഒന്ന് നമ്മൾ വായിച്ചതുപോലെ 11:26 ആക്സ് 11:26 അത് കണ്ടത്. അടുത്തത് അഗ്രിപ്പാന്റെ രാജാവിൻ്റെ മുമ്പിൽ പൗലോസ് നിന്നപ്പോൾ അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞ കാര്യമാണ്. ആക്സ് 26:28 ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും 1 പത്രോസിന്റെ ലേഖനത്തിൽ 4:16 ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. വീണ്ടും നമ്മൾ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഈസ് എ മിറക്കിൾ. അതിന് പ്രധാനമായി ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, ഒന്ന് നമ്മുടെ ജനനം മുകളിൽ നിന്നാണ്. വി ആർ എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. വി ഹാവ് ബീൻ മെയ്ഡ് ദ റൈച്ചസ്നെസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് നമ്മൾ കാണുകയാണ്. നമ്മൾ അടുത്തതായിട്ട് കണ്ടത് വി ഹാവ് ബീൻ ഡിക്ലെയർഡ് ജസ്റ്റ് ബിക്കോസ് വി ആർ ലിവിങ് ബൈ ഫെയ്ത്ത് എന്ന് നമ്മൾ കാണുകയാണ്. നമ്മൾ എറ്റേണൽ ലൈഫ് അതൊരു മിറക്കിളാണ്. നമ്മുടെ വേജസ് അല്ലെങ്കിൽ നമ്മുടെ പാപത്തിൻ്റെ ശമ്പളം മരണമായിരുന്നതിനെ അത് ക്യാൻസൽ ചെയ്തിട്ട് ദൈവത്തിൻ്റെ കൃപാവരം നമുക്ക് ലഭിച്ചതുകൊണ്ട് അത് നിത്യജീവനായിട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു മിറക്കിളാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ഹേതുവായി തീർന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തന്നെ ഒരു വലിയ മിറക്കിളാണ്. നമ്മളെല്ലാം ദൈവ മക്കളാണ്. അത് ഒരു മിറക്കിളാണ്. വി ആർ ദി അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. അതൊരു മിറക്കിളാണ്. നമ്മൾ ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് പിൽഗ്രിംസ് ഓൺ എർത്ത്, അത് ഒരു മിറക്കിളാണ്. അതിൻ്റെ ഇത് കൂടാതെ അനേക വിഷയങ്ങളുണ്ട്. നമ്മുടെ ഈ നിത്യജീവൻ എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ്. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപാവരം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലെ നിത്യജീവനാണ് എന്ന് നമ്മൾ കാണുകയാണ്. വീണ്ടും നമ്മൾ കാണുക ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ഫെയ്ത്ത് ലൈഫ്. 1 പത്രോസ് 1 പീറ്റർ 5:5-9 ഏറ്റവും പറ്റുമെങ്കിൽ വായിക്കുക. 1 പത്രോസിന്റെ 1-ാം ലേഖനത്തിന്റെ 5-9 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണാൻ സാധിക്കും. നമ്മൾ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും അന്യോന്യ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോടെ എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തെരഞ്ഞു ചുറ്റി നടക്കുന്നു. ഈ ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ തേജസ്സിന്റെ കിരീടത്തെക്കുറിച്ച്
അല്ലെങ്കിൽ പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ട് ഹല്ലേലൂയ പറയുകയാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ ഈ ഫെയ്ത്ത് ലൈഫ് ഇല്ലാതെ നമുക്ക് വേറൊരാൾക്ക് കീഴടങ്ങാൻ പറ്റത്തില്ല, താഴ്മ ധരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം എന്താ അറിയാവോ? ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയം നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം, അതെല്ലാം വിശ്വാസത്താലേ സംഭവിക്കത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ സകല ചിന്താകുലവും നിന്റെ മേലിടുകയാണ്. ഹല്ലേലൂയ. നമ്മൾ നിർമ്മതരായിട്ട് ഉണർന്നിരുന്ന് ഹല്ലേലൂയ. കാരണം എന്താണെന്ന് അറിയാവോ? ദൈവവചനം നമ്മളെ വസിക്കുമ്പോൾ ഈ വക സ്വഭാവങ്ങൾ നമ്മളിൽ ഹല്ലേലൂയ ഉണ്ടാകും. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തത് നമ്മൾ കാണാൻ സാധിക്കും, ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ സർവീസ് ലൈഫ്. കൊലോസ്യ ലേഖനത്തിലെ 3:16-17 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യൻസ് ചാപ്റ്റർ 3, 16 and 17. കൊലോസ്യ ലേഖനത്തില് 3:16-17. അവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: സങ്കീർത്തനങ്ങളാല് സ്തുതികളാല് ആത്മീയ ഗീതങ്ങളാൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചന ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടും ഇരിപ്പി. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തീയ ഗുണവിശേഷങ്ങൾ ഹല്ലേലൂയ ഇവിടെ നമ്മൾ കാണുകയാണ്. സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ പഠിപ്പിച്ച് നമ്മളൊരു സർവീസ്. ഹല്ലേലൂയ. നമ്മളെ ആരെങ്കിലും സർവീസ് ചെയ്യണം, നമ്മൾ ഹല്ലേലൂയ ലീഡർഷിപ്പിലെത്തുന്നവരുടെ ഒരു ചിന്താഗതി ഒരുപക്ഷെ നമുക്ക് വേണ്ടി ആരെങ്കിലും ചെയ്തു തരണം എന്നുള്ളതല്ല. ലീഡർ ഇത് സെർവിങ് മെൻറ്റാലിറ്റിയാണ് ഉണ്ടായിരിക്കുന്ന ആളായിരിക്കണം എന്ന് കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് തന്നെ നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. ആ കാല് ഹല്ലേലൂയ കഴുകുന്ന ശുശ്രൂഷയിൽ ഹല്ലേലൂയ താൻ തന്നെ ചെന്ന് കഴുകിയ ആ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അതൊരു സർവീസ് ലൈഫായിട്ട് ദൈവം കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുക. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ സർവീസ് ലൈഫ്. അടുത്ത ഹല്ലേലൂയ ഒരു കാര്യം ഹല്ലേലൂയ എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കും. നമ്മൾ ഈ ക്രിസ്ത്യാനിയായിരിക്കുമ്പോൾ ഹല്ലേലൂയ അടുത്ത ഒരു വിഷയം ഈസ് എ സക്സസ്ഫുൾ. നമ്മൾ വിചാരിക്കും നമ്മൾ കഷ്ടതയും പ്രയാസത്തിലും മാത്രമാണോ ജീവിക്കുന്നതെന്ന് ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. അതല്ല. ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തും, തക്ക സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും. ഹല്ലേലൂയ. നമ്മൾ കാരണം എന്താണെന്ന് അറിയാവോ? നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടാത്തവരാ. ഹല്ലേലൂയ. ഒന്ന് വായിക്കാം. യോശുവ ഹല്ലേലൂയയുടെ ഹല്ലേലൂയ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. 1:1-8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ജോഷുവ 1:1-8. മോശയുടെ മരണശേഷം ഹല്ലേലൂയ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളിച്ചെയ്തത്: എന്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങൾക്ക് അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായി ഇരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും പ്രമാണിക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഹല്ലേലൂയ ഒരു ഫേസ് ഹല്ലേലൂയ ഒരു സ്റ്റെപ്പ് ചേഞ്ചിലാണ് നിങ്ങളെങ്കിൽ, ഇവിടെ മോശ മരിച്ചിട്ട് കർത്താവെ ഹല്ലേലൂയ എന്താണ് ചെയ്യേണ്ടത് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലായിരിക്കുന്നെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ വചനം വളരെ ശക്തമായിട്ട് പറയുകയാണ്, ഹല്ലേലൂയ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. ഹല്ലേലൂയ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായ മോശയുടെ ശുശ്രൂഷകൻ ആയ യോശുവോട് അരുളിച്ചെയ്തത്:
എൻ്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. യാത്ര തുടരാനാ പറയുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ എന്തെങ്കിലും മാനസികമായിട്ട് ഹല്ലേലൂയ ശക്തരല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ദൈവം പറയുകയാണ് ഹല്ലേലൂയ ഗോ ഫോർവേഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുകയാണ്. ഹല്ലേലൂയ നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത് ഇതുവരെയും സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, ദൈവം കള്ളം പറയുന്ന ദൈവമല്ല. ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. അത് നമ്മുടെ ജീവൻ നൽകി തരുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഇത്തരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങൾക്ക് നിങ്ങളുടെ അതിരായിരിക്കും. അന്നേരം ഈ ജിയോഗ്രഫി ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്നത് ഹല്ലേലൂയ നേരത്തെ തന്നെ പറഞ്ഞ, ഇപ്പൊ എത്ര വഴക്കിട്ടാലും ശരി അത് സംഭവിക്കാൻ പോവുക. ഇന്ന് ഈ കാണുന്ന ചെറിയ ഒരു സ്ട്രിപ്പല്ല നടക്കാൻ പോകുന്നത്. അല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ ജിയോഗ്രഫി ഹല്ലേലൂയ അതിന്റെ ബൗണ്ടറീസ് വരാൻ പോവുക. മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടി ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇസ്രായേലിനോട് പറഞ്ഞ കാര്യമല്ല, പുതിയ നിയമ ഇസ്രായേലായ നമ്മളോടും ദൈവം നമുക്കൊരു ജോഗ്രഫി വെച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ എക്സ്പാൻഷൻ തരുന്ന ദൈവമാ. ഹല്ലേലൂയ നമ്മളിപ്പോൾ ഒരു പക്ഷേ ഹല്ലേലൂയ ലിമിറ്റഡ് റിസോഴ്സസിലായിരിക്കും. എന്നാൽ ദൈവം വാഗ്ദത്തം ധരിക്കുന്ന ഹല്ലേലൂയ ആ ഒരു നല്ല ഹല്ലേലൂയ ശുഭഭാവി വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. അത് ഈ ലോകത്തിൽ മാത്രമല്ല, അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നിത്യത നമുക്ക് അവകാശമായി തന്നിരിക്കുകയാണ് എന്നുള്ള കാര്യമായിരിക്കണം. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് വിവാഹിച്ചു കൊടുക്കും. അന്നേരം ഇവിടെ ഹല്ലേലൂയ യോശുവ എന്ന് പറയുന്ന മോശയ്ക്ക് ശുശ്രൂഷകനായിട്ടിരുന്ന ആളിനോട് പറയുകയാണ്, നീ ആ ജനത്തിന് അവകാശമായി വിവാഹിക്കുന്നത്. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കണം. നമ്മൾ വചനം അനുസരിച്ച് നടക്കണം. ഹല്ലേലൂയ നടന്നു കഴിഞ്ഞാൽ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക മാത്രം നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും എന്ന് പറയുകയാണ്. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ഉള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്ന പോലൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. വീണ്ടും നമ്മൾ ഹല്ലേലൂയ കാണുന്നത് ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ വാറിംഗ് ലൈഫ്. അതാണ് നമ്മൾ ആദ്യമേ വായിച്ചത്. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. നമ്മൾ ഈ ലോകത്തിൽ നോക്കുമ്പോൾ 2 ടൈപ്പിലെ കിങ്ഡംസ് ഹല്ലേലൂയ. ഒന്ന് ആരുടെ കിങ്ഡമാ? ഒന്ന് നമ്മൾ കാണുന്നത് സൈറ്റാനിക് കിങ്ഡം, റൈറ്റ്? നമ്മുടെ എനിമി എന്ന് പറയുന്നത് സാത്താൻ. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം 2 Corinthians 4:3 and 4 എന്ന് വായിക്കാം. 2 Corinthians 4:3-4. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ലഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ആമേൻ. ഹല്ലേലൂയ. 2 ഗവൺമെന്റ് നമ്മൾ കാണുന്നത്. ഈ ലോകത്തിന്റെ ദൈവമുണ്ട്, സാക്ഷാൽ നമ്മുടെ ദൈവമുണ്ട്. ഈ ലോകത്തിന്റെ ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്തുവാ? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. ഹല്ലേലൂയ. അതാർക്കാ സംഭവിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറിഞ്ഞിരിക്കുന്നത്. നമുക്ക് 2 തരത്തിലുള്ള ഫാമിലിയെ നമ്മൾ അതിൽ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:10 ഒരു ഫാമിലിയെ കാണാം. 1 യോഹന്നാൻ 3:10 വീണ്ടും നമ്മൾ ജോൺ ചാപ്റ്റർ 8:44 ഹല്ലേലൂയ കാണാം. ആ കാര്യങ്ങൾ കാണാൻ പറ്റും. 1 യോഹന്നാൻ 3:10 നമ്മളെന്താ കാണുന്നത്? ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ അറിയുന്നു, നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അന്നേരം 2 ഗവൺമെന്റ്, 2 ഫാമിലി, 2 തരത്തിലുള്ള ഫാമിലി. ഒന്ന് ദൈവത്തിന്റെ മക്കള്, മറ്റേത് പിശാചിന്റെ മക്കൾ. യുവജനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു, നീതി പ്രവർത്തിക്കാത്തവൻ
ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്ന് ഉള്ളവനല്ല. നമ്മളിപ്പം നാമധേയ പെന്തിക്കോസ്ത് എന്ന് പറയുന്നു, നാമധേയ വിശ്വാസി എന്ന് പറഞ്ഞാലും നാമധേയ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലും നമ്മുടെ സഹോദരനെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ ആരാ? നമ്മൾ ദൈവത്തിൽ നിന്ന് ഉള്ളവനല്ല. ദൈവത്തിന്റെ വചനം ഇവിടെ പറയുകയാണ്. വീണ്ടും ജോൺ ചാപ്റ്റർ 8:44 എന്താ വായിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 8:44. നിങ്ങൾ പിശാചെന്ന ദൈവത്തിന്റെ മക്കളെന്നാ അവിടെ കാണുന്നത്. ആരോടാ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ 8. പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. ആകയാൽ അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ വ്യാജം പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ പറയുന്നു. അവൻ കള്ളം പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. ആമേൻ, ഹല്ലേലൂയ. അന്നേരം യേശു ഇവിടെ വ്യഭിചാരിണിക്ക് പാപക്ഷമ നൽകിയതിന് ശേഷം അതിനുശേഷം യേശു ഒലിവുമലയിലേക്ക് പോയി. അതിനുശേഷം അവിടെ കാണുന്ന ഒരു കാര്യമാണ്, ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, നീ ഈ സ്ത്രീ ഈ വ്യഭിചാര ഗർഭത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു പറഞ്ഞു. അന്നേരം അവിടെ പാപക്ഷമ നൽകി. ഹല്ലേലൂയ. പാപക്ഷമ നൽകിയതിന് ശേഷം സംഭവിച്ച ഒരു കാര്യം അവിടെ പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ പിശാചെന്ന ദൈവത്തിന്റെ മക്കള്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനാ. അന്നേരം ആരായിരുന്നു ആദ്യത്തെ കൊലപാതകൻ? ആരായിരുന്നു? കയീൻ. ഹല്ലേലൂയ. അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ പോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ പോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ നേരത്തെ വായിച്ച ഒരു കാര്യമുണ്ടല്ലോ, യോഹന്നാന്റെ 1 John 3:1-2. നമ്മളാരാ? ദൈവമക്കളാ. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് വലിയ സ്നേഹം നൽകിയിരിക്കുക. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ല, അല്ല. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മളാകുന്ന നിലയിൽ ലോകത്തിന് നമ്മളെ അറിയാൻ സാധിക്കത്തില്ല. എന്നാൽ നമ്മളാരാ? ദൈവമക്കളാ. നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. ഒരു ദിവസം പ്രത്യക്ഷനാകുമ്പോൾ, നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അവൻ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ 2 ഫാമിലിയിലെ ഒരു ഫാമിലി മെമ്പർ ആയിരിക്കും ഇതുവരെ ജനിച്ച എല്ലാവരും ഇനിയും ജനിക്കാൻ പോകുന്നവരും. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ പാപം ചെയ്യുന്ന ഹല്ലേലൂയ പിശാചിന്റെ ഫാമിലിയിൽ അല്ല. നമ്മളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പിശാചും ഹല്ലേലൂയ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന കിങ്ഡവും തമ്മിലുള്ള ഈ ഫൈറ്റ് അല്ലെങ്കിൽ ഈ എനിമിറ്റി എന്താ കാരണം എന്നറിയാവോ? പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. യേശു അത് നമ്മൾ കാണുന്ന 1 John 3:8 നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ വന്നിരിക്കുന്ന, നമ്മൾ സുവിശേഷം പറയുമ്പോൾ സംഭവിക്കുന്നത് എന്തോ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഇവർ തമ്മിലുള്ള എനിമിറ്റി നടക്കുന്നത്. എന്നാ ഇത് പൂർത്തിയായത്? നമുക്കറിയാം. ഹല്ലേലൂയ. ജോൺ ചാപ്റ്റർ 19:30 നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം ഹല്ലേലൂയ നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അന്നേരം ദൈവത്തിനൊരു ഹല്ലേലൂയ മിഷൻ, യേശു ക്രിസ്തുവിനൊരു മിഷൻ ഉണ്ടായിരുന്നു. അത് ആ കാൽവറി ക്രൂശിൽ ഹല്ലേലൂയ അത് ചെയ്തതിന് ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞിട്ട് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പാപം ചെയ്യുന്ന പിശാചിന്റെ മകൻ ആയവരെ, അല്ലെ പിശാച് ആദ്യം മുതൽ പാപം ചെയ്തുകൊണ്ടിരുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ച ഒരു മിഷൻ അവിടെ സംഭവിച്ചത്, കാൽവറി ക്രൂശിൽ സംഭവിച്ചതെന്ന് നമ്മൾ കാണുകയാണ്. അന്നേരം നമുക്ക് ഇതിനെയും പിശാചിന്റെ ഒരു ജഡ്ജ്മെന്റ് വളരെ വേഗത്തിൽ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. റെവലേഷൻസ് 20 കടന്നു വരുമ്പോൾ അവിടെ ഒരു ജഡ്ജ്മെന്റ് കാണുന്നുണ്ട്. എന്താണ്? നമുക്ക് വായിക്കാമല്ലോ. റെവലേഷൻസ് 20 എന്താ അവിടെ കാണുന്നത്? അവിടെ നമ്മൾ ഓർക്കണം, 3 പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ട്രിനിറ്റി. 2 തരത്തിലുള്ള ഗവൺമെന്റ്, 2 തരത്തിലുള്ള ഫാമിലി. അന്നേരം ഒരു ട്രിനിറ്റി എന്ന് പറഞ്ഞ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ട്രിനിറ്റിയാ നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഒന്ന് വായിച്ചാട്ട്. റെവലേഷൻസ്, വെളിപ്പാട് പുസ്തകം 20 ആദ്യമായിട്ട് വായിച്ചാട്ട്. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോൽ ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടുകളിലേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുമ്പോൾ ജാതികളെ വഞ്ചിക്കാതിരിക്കുവാൻ
അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. അന്നേരം ഞാൻ ഇതിനകത്തിലെ ഈ ട്രിനിറ്റിയിലെ ഒരാളെ ഹല്ലേലൂയ അതിന്റെ പ്രധാന വ്യക്തിയെ എവിടെ വിട്ടേക്കുന്നത്? ഈ മില്ലിനിയം ടൈമിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അഗാധത്തിൽ ഹല്ലേലൂയ അഗാധത്തില് തള്ളിയിട്ടു അടച്ചു പൂട്ടി. അടച്ചുപൂട്ടി. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് ഈ മില്ലിനിയം കഴിയുമ്പോൾ അല്പകാലത്തേക്ക് അഴിച്ചു വിടേണ്ടതാ. ഇനിയും വായിച്ചാട്ടെ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മരിച്ചവര് ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. 10 വായിച്ചാട്ടെ, അതിന്റെ 20:10. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകന് കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡന സഹിക്കേണ്ടി വരും. അന്നേരം ട്രിനിറ്റി, പിതാപുത്ര പരിശുദ്ധാത്മാവ്. അന്നേരം ഇതിനകത്തിലെ മെയിൻ ആളിനെ പിടിച്ചെവിടെ ഇട്ടു? മെയിൻ ആളല്ല, ഇതിന്റെ പിശാചിനെ പിടിച്ചെവിടെ ഇട്ടു? അഗാധ കൂപത്തിൽ. അതിനുശേഷം മൃഗം, ആന്റിക്രൈസ്റ്റിനെയും ആന്റിക്രൈസ്റ്റിന്റെ ആ പ്രോക്സിയെ പിടിച്ചെവിടെ ഇട്ടെ? ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു. അന്നേരം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന പരിപാടി മൊത്തം ആരുടെ പരിപാടിയാ? പിശാചൻ. അന്നേരം ഓർത്തോണം, ഇപ്പോഴും നമ്മൾ ഈ ക്രിസ്ത്യൻത്തിൽ അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങൾ വചനാടിസ്ഥാനത്തിൽ നമ്മൾ ഹല്ലേലൂയ ഡിസേൺ ചെയ്യേണ്ടവരാണ്. എല്ലാ അത്ഭുത പ്രവൃത്തിയും ദൈവത്തിൽ നിന്നുള്ളതല്ല, ദൈവവചനപ്രകാരം നമ്മൾ ജീവിപ്പാൻ്റെ കൊണ്ട് ദൈവം നമ്മളെ അടയാളവും പ്രവചനവും കേട്ടിരുന്ന ആരും പോകാതിരുന്നേനെ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അന്നേരം നമ്മളത് അതിൻ പ്രകാരം ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ദൈവം ഉയർപ്പിച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മൾ അന്നേരം വീണ്ടും അനേക വാക്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് പോലെ ആ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നമ്മൾ നിൽക്കണം. അവിടെ പ്രധാനമായിട്ട് 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അത് ധരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ദൈവം അത്ഭുതകരമായിട്ട് ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ കൊണ്ട് ദൈവം നമുക്ക് ഇടയാകും. നമ്മളന്നേരം ഇന്ന് ചിന്തിച്ചത് റിയലി ജസ്റ്റ് സമ്മറൈസ്ഡ് പോയി പറയുകയാണെങ്കിൽ ദ ക്രിസ്ത്യൻ ലൈഫ്, അത് നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാ, ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയോട് ശക്തിയുള്ളത് തന്നെ. ഹല്ലേലൂയ. ക്രിസ്ത്യൻസ് എന്ന് 3 സ്ഥലങ്ങളിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അത് നമ്മൾ കണ്ടു. ഹല്ലേലൂയ. വീണ്ടും നമ്മൾക്ക് അറിയാം, ക്രിസ്ത്യാനി എന്ന് പേരുണ്ടായ കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ ഹല്ലേലൂയ, അഗ്രിപ്പാ രാജാവിൻ്റെ മുമ്പിൽ പൗലോസ് നിൽക്കുമ്പോൾ പൗലോസിനോട് പറയുന്ന കാര്യം, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു. വീണ്ടും 1 പത്രോസ് 4:16 നമ്മൾ കണ്ടു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. വീണ്ടും ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞ മിറക്കിൾ ലൈഫാണ്. നമ്മളെയൊക്കെ രക്ഷിച്ച ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇസ്രായേൽ പൗരതയോട് യാതൊരു ബന്ധമില്ലായിരുന്നു, നമ്മളെയും മക്കളും അവകാശികളുമാക്കി തീർത്തു. അത് തന്നെ ഒരു വലിയ മിറക്കിളാണ്. ഹല്ലേലൂയ. നമ്മൾ ഉയരത്തിൽ നിന്ന് ജനിച്ചവരാ, അതാണ് ഒരു മിറക്കിള്. ഹല്ലേലൂയ. വി ആർ എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. We have been made righteousness of God in Christ. We have been declared just because, hallelujah, we live by faith. Hallelujah. We have accepted God's gift of eternal life. ഹല്ലേലൂയ. നമ്മൾ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൻ തക്കൊണ്ട് ദൈവം നമ്മളെ ഇടയാക്കി. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാക്കി. വി ആർ സൺസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. വി ആർ അംബാസഡേഴ്സ് ഫോർ ക്രൈസ്റ്റ്. വി ആർ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് പിൽഗ്രിംസ്. ഹല്ലേലൂയ എന്നുള്ള കാര്യം നമ്മളിവിടെ കാണുകയാണ്. ഹല്ലേലൂയ. വീണ്ടും പല കാര്യങ്ങളും ചിന്തിച്ചു. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എൻ എറ്റേണൽ ലൈഫ്. ഹല്ലേലൂയ. ഈസ് എ ഫെയ്ത്ത് ലൈഫ്. ഹല്ലേലൂയ. ഈസ് എ സർവീസ് ലൈഫ്. ഹല്ലേലൂയ. ഈസ് എ വാറിംഗ് ലൈഫ്. ഹല്ലേലൂയ എന്നുള്ള കാര്യങ്ങൾ ഹല്ലേലൂയ ദൈവം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ എന്നും കഷ്ടതയും പ്രയാസവും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് ആ കാലഗതികളെ മാറ്റുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ സേവിക്കുന്നത്. ഈ വലിയവനായ ദൈവം നമ്മുടെ ഓരോരുത്തരും കടന്നു പോകുന്ന ഓരോ സിറ്റുവേഷനിലും ദൈവം അത്ഭുതം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചന ഹല്ലേലൂയ കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹല്ലേലൂയ. ഇതിനെ അവസരം ഒരുക്കി തന്ന ദൈവദാസിയോട് ഹല്ലേലൂയ ഈ പ്രയർ ലൈനോട് ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനിലൂടെ നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന നമ്മളെ എന്തിനാ കർത്താവ് വിളിച്ചെന്നുള്ളതിന് ആഴമായിട്ട് ഇതെല്ലാം അറിയാമായിരുന്നോണ്ടായിരിക്കാം എല്ലാവരും കുറെ പേരങ്ങ് ലീവായി പോകാനുള്ള കാരണം. അത് നമുക്കിതെല്ലാം അറിയാമല്ലോ. ഈ അറിയാവുന്ന കാര്യം ഒന്നുകൂടെ കേട്ടിട്ട്
പക്ഷെ എത്രമാത്രം കേട്ടാലും ഇനി ഒരു 10 പ്രാവശ്യം കൂടെ റെജി കോശി അവറുകൾ ഇക്കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാലും നമ്മുടെ ഹൃദയം സന്തോഷിച്ചുകൊണ്ടേയിരിക്കും. കാരണം ആ ഒരു എന്താ പറയുക, നമ്മൾ ആരായിരുന്നു, നമ്മൾ എന്താണ്, ഇനി ഞാൻ അതിനെ ആവർത്തിക്കുന്നില്ല, നമ്മൾ ഇനി എന്തായി തീരാനായിട്ട് പോവുകയാണ്. സ്തോത്രം. അതിന്റെ ഏറ്റവും റിയാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കർത്താവിന്റെ ദാസന് വളരെ അടുക്കിനും ചിട്ടയ്ക്കുമായിട്ട് അദ്ദേഹത്തിന് അതിനെ പ്രാപ്തിയും കഴിവും കർത്താവ് കൊടുത്തിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ട് അത് വളരെ ക്രമമായും ചട്ടമായും വളരെ ഭംഗിയായും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നാം ഇന്നതാകും നമുക്ക് ഇതുവരെ അറിയത്തില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോടുകൂടെ സദൃശ്യന്മാരാ. ഒന്നും അറിഞ്ഞില്ലേലും നമുക്ക് ഏറ്റവും കുറഞ്ഞത് ആമേ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരും. ആ ഒറ്റ കാരണങ്ങൾ കൊണ്ടാണല്ലോ. എനിക്ക് 2 വല്യമ്മച്ചിമാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു വല്യമ്മച്ചി എന്ന് പറയുന്നത് എന്റെ പപ്പായുടെ ഒരു മാവിയമ്മച്ചിയാ. അത് ഞങ്ങളെ വളർത്തി എന്റെ വല്യമ്മച്ചിയായിട്ട് തന്നെ മരണം വരെയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം അമ്മച്ചിയാണെങ്കിൽ 1ാം ക്ലാസ്സിൽ പോയിട്ട് 2ാം ക്ലാസ്സിൽ പിന്നെ പഠിക്കാൻ പോയിട്ടില്ല. പക്ഷേ ഞാൻ അന്നേരം ഓർത്തു, വേദപുസ്തകം അത്യാവശ്യം പെറുക്കി അക്ഷരം വല്ലതും പറയാൻ അറിയത്തുള്ളൂ, പിന്നെ ബൈബിളൊന്നും വായിക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മളെപ്പം ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും പറയാൻ കേട്ടാലും എത്ര ഉറക്കത്തിലും ചാടി എഴുന്നേറ്റിട്ട് ആർത്തിയോട് അത് കേൾക്കും. അപ്പൊ അതെങ്ങനെ ആ ഒരു വെളിപ്പാടുണ്ടായത്. അപ്പം വാസ്തവത്തിൽ ആ ഒരു വലിയ ദൈവിക ദർശനം തന്റെ ഭൂമിപരമായ ലോകപരമായോ ബൈബിളോ വചനങ്ങളോ പ്രസംഗം കേട്ടാലോ ഗ്രഹിക്കാനോ ഒന്നും തനിക്ക് കഴിവില്ലെങ്കിൽ തന്റെ അന്യഭാഷ ഇംഗ്ലീഷായിരുന്നു പറയുന്നത്. നിങ്ങൾ അടുത്തു പോയിരിക്കോ, ഇതൊക്കെ അത്ര മാധുര്യമായിരുന്നു തന്റെ അടുത്ത് നാം ഇരിക്കുന്ന ആ ഒരു സമീപനം. അത്രമാത്രം തേജസ്സിന്റെ അനുഭവത്തെ കുറിച്ച് പറയുമ്പം ആമേൻ, തന്റെ മരണവും അതുപോലെയായിരുന്നു. കർത്താവ് എന്നെ വിളിക്കുന്നു, ഞാൻ പോവാന്ന് പറഞ്ഞ ആമേൻ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും ആമേ സ്തോത്രം. സുജയാൻറ്റി ബ്ലസ്സഡ് ബൈബിൾ സ്റ്റഡി എന്നിട്ട് വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം. അതിന് അദ്ദേഹത്തെ ഞാൻ പുകഴ്ത്തുവൊന്നുമല്ല, അദ്ദേഹം പുകഴ്ച ആഗ്രഹിക്കുന്ന ആളുമല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ ദൈവമക്കളെ, നിങ്ങൾ ഓടി ഇറങ്ങി ആമേ സ്തോത്രം പോകല്. അനേക ദൈവത്തിന്റെ ദാസന്മാർ ഇന്ന് പകല് ആമേൻ നമ്മളോട് കൂടെ ഈ വചനം കേൾപ്പാനായിട്ടുണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവിക ശുശ്രൂഷയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. പ്രാർത്ഥിച്ച ആശീർവാദം പറയാനായിട്ട് ഞാൻ രാജ്കുട്ടി പാസ്റ്റർ ഉണ്ടോ? ഓക്കെ. സ്തോത്രം. കർത്താവിന്റെ ദാസനെ ഞാൻ അതിനായിട്ട് ക്ഷണിക്കുകയാണ്. ആമേ പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദത്തോടെ കടന്നു പോകാൻ. ഇവിടെ മഴയുടെ കോളും കാറും ഒക്കെ കണ്ടു. അപ്പോഴത്തേനും എല്ലാ ഡിവൈസുകളെല്ലാം എല്ലാവരും പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം പറയാം. ആമേ. കർത്താവിന്റെ ദാസനെ ഞാൻ അതിനായിട്ട് ക്ഷണിക്കുന്നു. സ്തോത്രം. കർത്താവേ, സ്തോത്രം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, അൻപുള്ള പിതാവേ, നല്ലതും വിലയേറിയമായ സമയത്തിനായി നന്ദി അർപ്പിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, നിലയിൽ ഈ സുരക്ഷയെന്ന് വൽക്കാൻ നെയ്പ്പാൻ കണ്ട് ദൈവം സഹായിച്ചല്ലോ. കർത്താവെ, പാടുവാനും പ്രാർത്ഥിപ്പാനും സൂക്ഷിപ്പാനും ഒക്കെ എന്റെ മക്കളെ ഒരുക്കിയത് ഓർത്ത് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേൾപ്പാനും ഒക്കെ ദൈവം ഒരുക്കാനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കർത്താവിന്റെ മുമ്പിലെ കാര്യങ്ങൾ എങ്ങനെയായി തീരണം, ഭാവി പ്രത്യാശ എന്താണെന്നൊക്കെ വ്യക്തമായ രീതിയിൽ കർത്താവിന്റെ ദാസനിലൂടെ കർത്താവെ നല്ല സന്ദേശം കേൾപ്പാൻ സഹായിച്ചല്ലോ. അപ്രകാരം ഒരുക്കപ്പെട്ട അനുഭവത്തിലൂടെ തീരുവാനും കർത്താവിന്റെ ഹല്ലേലൂയ കാഹളനാഥെങ്കിൽ നിത്യത്തിലേക്കുള്ള കർത്താവെ ഒരുക്കത്തിനായിട്ട് ഈ ലോകത്ത് ഇരിക്കുമ്പോൾ തന്നെ എല്ലാ നിലയിലും കർത്താവെ ഉന്നതമായ വെളിപ്പാട് ഉന്നത ദർശനത്തോടെ ആയിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ദാസനെ കുടുംബമായി മാനിക്കണമേ. തന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, നൽകപ്പെട്ട നല്ല സന്ദേശത്തിനായി വീണ്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എന്ന പലക്കാലം പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ദാസിയെ ബലപ്പെടുത്തി പ്രകാരം തന്നെ പാടുവാങ്ങളുടെ ദാസം ബലപ്പെടുത്തി കർത്താവെ എന്നെ സംബന്ധിച്ച എല്ലാ ദൈവദാസന്മാർ ദൈവമക്കളെല്ലാം പേരുപേരായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ഈ മീറ്റിംഗ് അനേകർക്ക് അനുഗ്രഹത്തിന് വിടുതലും കാരണമാകണമേ. കർത്താവെ, ഇന്ന് രാഹുൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാശക്തിയോടെ ഇടപെട്ട എല്ലാ സ്നേഹത്തിനായി സ്തോത്രം. ശുശ്രൂഷ ജോയ്സിനായി എന്റെ കുടുംബത്തിനായും പ്രാർത്ഥന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തിയോടെ നിൽപ്പാൻ പിന്നെയും സഹായിച്ചാട്ടെ കർത്താവെ. വിവിധമായ ഭാരത്തോടെ വേദനയോടെ സങ്കടത്തോടൊക്കെ ആരെങ്കിലും ഇന്ന് വർക്കലായിരിക്കുന്നവർക്കെല്ലാം ആശ്വാസം കൽപ്പിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ അയൽപ്പാക്കണം എല്ലാവരും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തിരികുന്നെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഒന്നിച്ച് കൂടുമ്പരേ അവിടുത്തെ വലിയ സ്ഥാനത്തെയും കൃപകളെ പൊതിഞ്ഞു കൊള്ളണം. സകല നന്മയാ നിറച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതമായ യേശുക്രിസ്തുവിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സംസർഗം, കർത്താവ് പ്രാർത്ഥിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളും ഇന്നത്തെ ശുശ്രൂഷയിന്മേലും സംബന്ധിച്ച എല്ലാ പ്രവൃത്തിയുടെ മേലും ഇവിടുന്ന് മാറ്റമില്ലാത്ത സ്ഥാനത്തെയും കൃപ ഇപ്പോഴും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.